മൗലവി പ്രസംഗിക്കുമ്പോ നിങ്ങൾ കൈമുട്ടിയില്ലേ? അതേത് ബുഖാരിയിലാ ഉള്ളത്, ഏത് മുസ്ലിമിലാ ഉള്ളത്, ഏത് ഖുർആനിലാ ഉള്ളത്, ഏത് ഹദീസിലാ ഉള്ളത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ച മതത്തിൽ നിന്ന് പുറത്തു പോയിട്ട് കാലം എത്രയായി എന്ന് ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ? അല്ലാഹു അക്ബർ കാളയെ കാണുമ്പോൾ ചൊല്ലാനുള്ളതാണോ? അതേ സമയത്ത് എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, മരിച്ചവരെ ബഹുമാനിച്ചിട്ട് കാളനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലലുണ്ട്. അതാണ് ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ, അല്ലെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ടുള്ള തക്ബീറുണ്ട്. ആ തക്ബീർ കാളനെ കാണുമ്പോൾ ചൊല്ലുന്നത് മൗലവി കാളനോടുള്ള ബഹുമാനം കൊണ്ടല്ല, അത് നിങ്ങളെ തലച്ചോറിന്റെ തകരാറാണ്. നേരെ മറിച്ചത് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടുമുള്ള ബഹുമാനമാണ്. അല്ലാഹു അക്ബർ. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ ബഹുമാനിച്ചു, അതുപോലെ അവിടെ മരണപ്പെട്ടു പോയ മഹാന്മാരെ ബഹുമാനിച്ചു. തക്ബീർ ചൊല്ലൽ, അതേ മരിച്ചവരുടെ പേരിൽ തക്ബീർ ചൊല്ലൽ, ദിക്ർ ചൊല്ലൽ, അത് ഇസ്ലാമാണ് മൗലവിമാരെ. ഇനി നിങ്ങൾക്ക് തർക്കമുണ്ടോ? സെലഫി മയ്യിത്ത് നിസ്കരിക്കാറുണ്ടോ? മയ്യിത്ത് നിസ്കാരം ആരെ പേരിലാ മൗലവി? മരിച്ച മയ്യത്തിന്റെ പേരിലല്ലേ? ഉമർ മൗലവി ജീവൻ പോയി, ആ ഉമർ മൗലവിന്റെ പേരിൽ സെലഫി മയ്യിത്ത് നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ മയ്യത്തിന്റെ പേരിലല്ലേ? അപ്പൊ അല്ലാഹു അക്ബർ എന്ന് മയ്യിത്ത് നിസ്കാരത്തിൽ പറഞ്ഞത് ആരെ പേരില? ഉമർ മൗലവിന്റെ പേരില. പക്ഷെ ഇത് നിങ്ങൾക്കറിയില്ല. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ് ഞങ്ങൾക്ക് ലൂസാണ് അല്ലേ? സമസ്തകളായാലും മാനസിക രോഗാന്നല്ലേ പറഞ്ഞത്? അതാ മനസ്സിലാത്തതിന്റെ കാരണോ? മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു അക്ബർ എന്ന് മയ്യിത്ത് നിസ്കാരത്തിൽ പറയുന്നത് മരിച്ചവരുടെ പേരിലാണ്. അള്ളാഹുവിന്റെ മഹത്വമാ പറയുന്നത്, പക്ഷെ മരിച്ചവരുടെ പേരിലാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആളുകളെ ബഹുമാനിച്ച് തക്ബീർ ചൊല്ലുക എന്നത് ഇസ്ലാമാണ്. പക്ഷെ ഇസ്ലാം മതം പഠിക്കണം കേട്ടോ. ആരുടെയെങ്കിലും അച്ചാരം വാങ്ങിയിട്ട് നടന്നാ പോരാ, പഠിക്കണം ഇസ്ലാം. എനിക്ക് കൈപിടിച്ച് ചുംബിക്കുന്നതല്ലേ വിഷയം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ പറയുന്നു, എന്താണ് പറയുന്നത്? ഇദാ അറാദ തഖ്ബീല യദി ഗൈരിഹി, മറ്റൊരാളുടെ കൈപിടിച്ച് ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇൻകാന ദാലിക ലിസുഹ്ദിഹി, അദ്ദേഹം ദുനിയാവിനെ പ്രേമിക്കാത്തവരായതിന്റെ പേരിലാണെങ്കിൽ, വസലാഹിഹി, നല്ല മനുഷ്യനായതിന്റെ പേരിലാണെങ്കിൽ, ഔ ഇൽമിഹി, വിവരമുള്ളതിന്റെ പേരിലാണെങ്കിൽ, ഔ ശറഫിഹി, അല്ല മഹത്വമുള്ളതിന്റെ പേരിലാണെങ്കിൽ, വസ്യാനത്തി, അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ സൂക്ഷ്മതയും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ, ഔ നഹ്വിദാലിക്കല്ലെങ്കിൽ അതുപോലത്തെ മിനൽ ഉമൂരി ദീനിയ്യത്തി, ദീനിയായ മഹത്വത്തിന്റെ പേരിലാണെങ്കിൽ, ലം യുക്റഹ്, അത് കറാഹത്തല്ല, ബൽ യുസ്തഹബ്, അത് സുന്നത്താണ് കേട്ടോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, അതിന് ഹദീസ് ഉദ്ധരിക്കുകയാണ്. വീനാ ഫീ സുനനി അബീ ദാവൂദ് അൻസാരി റളിയല്ലാഹു അൻഹു വകാന ഫീ വഫദി അബ്ദുൽ ഖൈസ്, ബഹ്റൈനിൽ നിന്ന് വന്ന വഫദ് അബ്ദുൽ ഖൈസിന്റെ സംഘത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സഹാബത്തിൽപ്പെട്ട സാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ഫജഅൽനാ നതബാദറു മിൻ റവാഹിലിനാ, ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പോവുകയായിരുന്നു. എന്നിട്ട് എവിടേക്ക്? ഫനുഖബ്ബിലു യദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരിജ്ലഹു, റസൂലുള്ളാഹിന്റെ കൈയും കാലും സഹാബത്താകുന്ന ഞങ്ങൾ ചുംബിക്കുകയായിരുന്നു. ഇതുപോലെ കാണാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദനൗനാ യഅനി മിനൻ നബി ഫഖബ്ബൽനാ യദഹു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. ഇതുപോലെ സഹാബത്തും അതാ തങ്ങന്മാരും അതുപോലെ അലിമികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിച്ചു. എത്രയെത്ര ഹദീസുകളുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ മഹാന്മാരെ ചുംബിക്കുന്നത്, മഹാന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്നത് സുന്നത്താണ്. അതിന് നിങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ട് കാര്യമില്ല.